റഫാൽ ജെറ്റുകൾ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കും. ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാവർക്കും ടോക്ക് ടുഡേ വിത്ത് സുമേഷ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. റഫാൽ ജെറ്റുകൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുവാനുള്ള പ്രോജക്റ്റിന് അപ്രൂവൽ നൽകി ഫ്രാൻസ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ പ്രതിരോധ മേഖലയെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടമാണ്. കാരണം ഇങ്ങനൊരു മാനുഫാക്ചറിങ് പ്രോജക്റ്റ് ഫ്രാൻസ് ഇതുവരെയ്ക്കും മറ്റൊരു രാജ്യത്തിനും കൊടുത്തിട്ടില്ല. നമ്മുടെ രാജ്യത്തിന് മാത്രമാണ് ഈ അവസരം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. റഫാൽ ജെറ്റിൻ്റെ ചില പ്രധാന ഭാഗങ്ങളായിരിക്കും ഇന്ത്യയിൽ നിർമ്മിക്കുക. ഫ്രാൻസിൽ റഫാൽ ജെറ്റുകൾ നിർമ്മിക്കുന്ന ഡെസോൾട്ട് ഏവിയേഷനും ഇന്ത്യയിലെ മൾട്ടിനാഷണൽ കമ്പനിയായ ടാറ്റയും ചേർന്നാണ് ഇതിനായുള്ള എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചത്. ഇത് പ്രകാരം ടാറ്റയുടെ കമ്പനിയായ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ഹൈദരാബാദിൽ ഒരു പ്ലാന്റ് സ്ഥാപിക്കും. ആ പ്ലാന്റിലായിരിക്കും ഈ വിമാനത്തിൻ്റെ ഫ്യൂസിലേജുകൾ നിർമ്മിക്കുക. ഫ്യൂസിലേജ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ ബോഡി പാർട്ടാണ്. കോക്പിറ്റോട് കൂടിയ ഇതിൻ്റെ മെയിൻ ബോഡി പാർട്ടിനെയാണ് ഫ്യൂസിലേജ് എന്ന് പറയുക. ഇനി 2028 ഇതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങാൻ കഴിയും എന്നാണ് ടാറ്റ പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ ഫാക്ടറി ഫുൾ ഫങ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു മാസം 2 ഫ്യൂസിലേജ് വരെ ഇവിടെ നിർമ്മിക്കാൻ കഴിയും എന്നാണ് ടാറ്റ പറയുന്നത്. എന്തായാലും ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് ഇതൊരു വലിയ നേട്ടമായിരിക്കും എന്നതിന് ഒരു സംശയവുമില്ല. കൂടാതെ ഇപ്പോൾ റഷ്യ അവരുടെ Su-57 ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ്. ഇത് വെറും ഒരു ഓഫറല്ല. അവർ പറയുന്നത് Su-57 ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യാൻ നമ്മളെ അനുവദിക്കുമെന്നാണ്. കൂടാതെ അവർ ഫുൾ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനും തയ്യാറാണ്. അതുപോലെ തന്നെ ഈ വിമാനത്തിൻ്റെ സോഴ്സ് കോഡും അവർ ഇന്ത്യക്ക് തരാൻ തയ്യാറാണ് എന്നൊക്കെയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. റഫാൽ വിമാനത്തിൻ്റെ കാര്യത്തിൽ ഫ്രാൻസുമായുണ്ടായ തർക്കവും അതുതന്നെയായിരുന്നു. കാരണം ആ വിമാനത്തിൻ്റെ സോഴ്സ് കോഡ് തരാൻ ഫ്രാൻസ് തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മൾ ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്ത പല വെപ്പണുകളും അല്ലെങ്കിൽ നമ്മുടെ പല പുതിയ ടെക്നോളജികളും നമുക്ക് ആ വിമാനവുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാതെ വന്നത്. എന്നാൽ റഷ്യ ഇവിടെ നേരെ തിരിച്ചാണ്. അവർ പറയുന്നത് അവർ സോഴ്സ് കോഡ് തരാൻ തയ്യാറാണ്. ഇന്ത്യയിൽ തന്നെ നമുക്ക് യഥേഷ്ടം മാനുഫാക്ചർ ചെയ്യാൻ അവർ അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ ആ ഫുൾ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനും അവർ തയ്യാറാണ് എന്നാണ് റഷ്യയുടെ ഓഫർ. കൂടാതെ അമേരിക്ക അവരുടെ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റായ F-35 ഇപ്പോൾ ഇന്ത്യക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ ഓഫറും റഷ്യയുടെ ഓഫറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, റഷ്യ അവരുടെ Su-57 ഫുൾ ടെക്നോളജി ട്രാൻസ്ഫർ, അതുപോലെ സോഴ്സ് കോഡ്, അതുപോലെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ അവർ പെർമിഷൻ തന്നിട്ടുണ്ട്. യഥേഷ്ടം നമുക്ക് മാനുഫാക്ചർ ചെയ്യാം. അങ്ങനെയുള്ള വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഓഫറാണ് റഷ്യ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓഫർ അങ്ങനെയല്ല. ഒന്ന്, അവർ ഒരിക്കലും സോഴ്സ് കോഡ് നമുക്ക് തരാൻ ഇടയില്ല. ടെക്നോളജി ട്രാൻസ്ഫർ നമ്മൾ പ്രതീക്ഷിക്കേ വേണ്ട. കൂടാതെ അതിനകത്ത് ചിലപ്പോൾ കില്ലർ സ്വിച്ചുകളുണ്ടാകും. കില്ലർ സ്വിച്ചിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ വിമാനം നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ സമയത്ത് ഉപയോഗിക്കുമ്പോൾ അവരുടെ കില്ലർ സ്വിച്ച് അവർ ആക്ടിവേറ്റ് ചെയ്താൽ അത് ഫുൾ ഒരു ഫംഗ്ഷനിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ റഷ്യയുടെ Su-57 എന്ന് പറയുന്നത് പ്രൈസ് വൈസും അതിൻ്റെ വില വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും അമേരിക്കയുടെ F-35 വില നമ്മൾ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പിന്നെ റഷ്യയുടെ ഓഫർ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഓഫറാണ് റഷ്യ അവരുടെ Su-57 വേണ്ടി ഇന്ത്യയുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനും ചൈനയും തമ്മിൽ വളരെ ശക്തമായ ഡിപ്ലോമാറ്റിക് മൂവ്മെൻറ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചൈന ഈയിടെ പാകിസ്ഥാൻ അവരുടെ 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റായ J-35 40 വിമാനങ്ങൾ ഉടനടി നൽകും എന്ന് അവർ പറഞ്ഞത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ആശങ്കപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ കയ്യിൽ 5th ജനറേഷൻ ശ്രേണിയിൽ വരുന്ന ഒരു വിമാനം പോലും ഇപ്പോഴില്ല. അപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിൽ അങ്ങനെ ഒരു വിമാനം വരികയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് ശരിക്കും ആശങ്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ അമേരിക്ക തരുന്ന ഓഫറോ അല്ലെങ്കിൽ റഷ്യ തരുന്ന ഓഫറോ, ഇതിൽ ഏതെങ്കിലും ഒരു ഓഫർ നമ്മൾ സ്വീകരിച്ച് ഇതിലേതെങ്കിലും ഒരു വിമാനം F-35 അല്ലെങ്കിൽ Su-57 ഏതെങ്കിലും ഒരു വിമാനം നമ്മൾ ഉടനടി വാങ്ങേണ്ട ആവശ്യം നമ്മുടെ മുന്നിലേക്ക് വന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം.